തിരുവനന്തപുരം ജില്ലയിലെ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രവും ABCDEF എന്നീ 6 നിലവറകളിലാണ് ശ്രീപത്മനാഭന്റെ ശ്രീകോവിലിന് ചുറ്റുമായ സമർപ്പണ ശേഖരം സൂക്ഷിച്ചിരുന്നത്. 2011 ജൂൺ 27-നാണ് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കോടതി നിയോഗിച്ച 7-അംഗ സംഘം ക്ഷേത്രത്തിലെ നിലവറകൾ തുറന്ന് പരിശോധിക്കാനുള്ള ദൗത്യം ആരംഭിച്ചത്. പരിശോധകരെ അതിശയിപ്പിച്ച സ്വർണ്ണത്തിളക്കമായിരുന്നു നിലവറകളിൽ. ആയിരക്കണക്കിന് സ്വർണ്ണമാലകൾ, എണ്ണിയാലൊടുങ്ങാത്ത രത്നങ്ങൾ, 1.5 അടിയിലേറെ വലുപ്പമുള്ള 1500-ലേറെ സ്വർണ്ണ കലശക്കുടങ്ങൾ, രത്നങ്ങൾ പതിച്ച കിരീടം, അഭിഷേക വിഗ്രഹത്തിൽ ചാർത്താനുള്ള രത്നങ്ങളാൽ ഉചിതമായ ചതുർബാഹു അങ്കി, മണികളുടെ വലുപ്പത്തിൽ സ്വർണ്ണമണികൾ, സ്വർണ്ണത്തണ്ടുകൾ, വിലമതിക്കാനാവാത്ത ശിഖരം. ഇതിൽ 5 എണ്ണം തുറന്നു പരിശോധിക്കപ്പെട്ടു. പക്ഷേ വാൾട്ട് ബി മാത്രം തുറന്നു കാണാൻ സാധിച്ചില്ല. വാൾട്ട് ബിയുടെ വാതിലിൽ താഴുകളൊന്നും തന്നെയില്ല. പക്ഷേ ഒരു നാഗരൂപം അതിൽ കൊത്തിവെച്ചിട്ടുണ്ട്. മന്ത്രങ്ങൾ കൊണ്ട് ബന്ധിച്ച ആ നിലവറ തുറന്നു കാണുന്നവർക്ക് വിപത്തുകൾ വന്നു ചേരും. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ വാതിലിന് പുറകിൽ നിന്ന് പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ടെന്ന്. വാൾട്ട് ബിയുടെ വാതിൽ ഏതോ ഉഗ്രശക്തികളാൽ ബന്ധിതമാണ്. അതിനകത്ത് ഇതിലും വിലപിടിപ്പുള്ള പല സമ്പത്തുകളും സൂക്ഷിച്ചിരിക്കാം. ഇതുവരെയും തുറന്നു പരിശോധിക്കാത്ത വാൾട്ട് ബി നിലവറ രഥക്കോണിലാണ്. അഗസ്ത്യ മുനിയുടെ സമാധി സങ്കല്പവും ഇതിലുണ്ട്. 2 തട്ടായിട്ടാണ് നിലവറ. ഗർഭഗൃഹത്തിന്റെ അടിവര നിലവറ എത്തുമെന്നാണ് വിശ്വാസം. നിലവറ തുറക്കാൻ കഠിനമായി ശ്രമിച്ചെങ്കിലും നടന്നില്ല. 2011 ജൂൺ 30-ന് ഇതിന്റെ 2ാം വാതിൽ തുറക്കാൻ ശ്രമിക്കുമ്പോൾ ജസ്റ്റിസ് CS രാജന്റെ കാല് മുറിഞ്ഞു. നിലവറയിൽ രക്തം വീണു. അതോടെ നിലവറ തുറക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ച് കോടതിയെ വിവരമറിയിച്ചു. ഇനിയൊരു ഉത്തരവുണ്ടാവുന്നതുവരെ നിലവറ തുറക്കണ്ട എന്ന് സുപ്രീം കോടതി വിധിച്ചു. ശരിക്കും വാൾട്ട് ബിയുടെ പുറകിൽ എന്തായിരിക്കും? ഇന്നും ലോകമറിയാത്ത രഹസ്യങ്ങളിൽ ഒന്നായി അത് തുടർന്നു.